ഗാസ അറബ് രാജ്യങ്ങൾ പുനർനിർമ്മിക്കുന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഫലസ്തീനെതിരെ കടുത്ത ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗാസയിലെ എല്ലാ ഇസ്രായേലി തടവുകാരെയും മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഹമാസിനും ഗസയിലെ ജനങ്ങൾക്കു നേരെ ഭീഷണി മുഴക്കുകയായിരുന്നു. തടവുകാരെ വിട്ടയച്ചില്ലെങ്കിൽ നിങ്ങൾ നരകയാതന നേരിടേണ്ടി വരുമെന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. പ്രധാനമായും ഫലസ്തീൻ സായുധ പോരാളികളായ ഹമാസിനെ ലക്ഷ്യമിട്ടാണ് ട്രംപിന്റെ ഭീഷണി. ഹമാസിന് ഗസ വിട്ടുപോകാൻ അവസാനമായി ഒരു അവസരം കൂടിയുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഇത് നിങ്ങൾക്കുള്ള അവസാന മുന്നറിയിപ്പാണ്. ഇപ്പോൾ ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഗാസ വിടാനുള്ള സമയമായി. ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടി മനോഹരമായ ഒരു ഭാവി കാത്തിരിക്കുന്നു. പക്ഷേ നിങ്ങൾ ബന്ദികളെ പിടിച്ചു വച്ചാൽ അങ്ങനെ സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ മരിച്ചു എന്ന് വേണം കരുതാൻ. ബുദ്ധിപൂർവമായ ഒരു തീരുമാനമെടുക്കുക. ട്രംപിന്റെ ഭീഷണി ഇങ്ങനെ തുടരുന്നു. ജോലികൾ പൂർത്തിയാക്കാൻ ഇസ്രായേലിന് വേണ്ടത്ര സഹായങ്ങൾ നൽകുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. തൻ്റെ മുന്നറിയിപ്പ് കേൾക്കാത്ത പക്ഷം ഒരു ഹമാസ് അംഗം പോലും ഗസയിൽ ബാക്കിയുണ്ടാകില്ലെന്നും ട്രംപ് ഭീഷണി ഉയർത്തി. ഷാലോം ഹമാസ് എന്നാൽ ഹലോ ആൻഡ് ഗുഡ് ബൈ എന്നാണ് അർത്ഥമാക്കുന്നത്. ഏത് വേണമെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. എല്ലാ ബന്ദികളെയും ഇപ്പോൾ വിട്ടയക്കുക, പിന്നീടല്ല. നിങ്ങൾ കൊലപ്പെടുത്തിയ ആളുകളുടെ എല്ലാ മൃതദേഹങ്ങളും ഉടൻ തിരികെ നൽകുക, ട്രംപ് സോഷ്യൽ മീഡിയയിൽ എഴുതുന്നു. രോഗികളും വൈകല്യമുള്ളവരുമായ ആളുകൾ മാത്രമേ മൃതശരീരങ്ങൾ സൂക്ഷിക്കുന്നുള്ളൂ. നിങ്ങൾ രോഗികളും വൈകല്യമുള്ളവരുമാണ്. ജോലി പൂർത്തിയാക്കാൻ ആവശ്യമായതെല്ലാം ഞാൻ ഇസ്രായേലിന് അയക്കുന്നു. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒരു ഹമാസ് അംഗം പോലും സുരക്ഷിതനായിരിക്കില്ല. ട്രംപിൻ്റെ ഭീഷണി ഇങ്ങനെ തുടരുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ വർഷങ്ങളായി നൂറുകണക്കിന് ഫലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഒരു വിലപേശൽ വസ്തുവായി ഉപയോഗിച്ചു വരുന്നത് ഇസ്രായേലാണ്. ഈ വസ്തുതയാണ് ട്രംപ് മറന്നു പോകുന്നത്. നേരത്തെയും ഗസയിൽ നിന്ന് ഫലസ്തീനികൾ കുടിയിറങ്ങണമെന്നും ഇവരെ അറബ് രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഗൾഫ് രാജ്യങ്ങളും ഈജിപ്ത്, ജോർദാൻ എന്നീ രാജ്യങ്ങളും ട്രംപിന്റെ ഈ ആവശ്യം തള്ളുകയായിരുന്നു. പകരം അറബ് ലീഗ് കഴിഞ്ഞ ദിവസം ഒരു പദ്ധതി മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ അറബ് രാജ്യങ്ങളുടെ യുദ്ധാനന്തര പദ്ധതി ഇസ്രായേൽ പൂർണ്ണമായും നിരസിക്കുകയാണ് ഉണ്ടായത്. പിന്നാലെയാണ് ഹമാസിന് ഇത് അവസാന മുന്നറിയിപ്പ് എന്നറിയിച്ച് ട്രംപ് വീണ്ടും ഭീഷണി മുഴക്കിയത്. Waytonikah.com, the exclusive Muslim matrimonial site.